ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം. നമ്മുടെ കഥയിലാണെങ്കിൽ നീതുവിൻ്റെ ബർത്ത്ഡേ ആഘോഷം നടക്കുകയാണ്. ആ സമയത്ത് ഋഷി അവിടേക്ക് വരുന്നു. ണെങ്കിൽ ഒരുപാട് ദേഷ്യത്തോടാണ് അങ്ങോട്ട് വരുന്നത്. നീതുവാണെങ്കിൽ ഋഷി സാറിന് കേക്കുമായിട്ട് ചെല്ലുന്നുണ്ട്. പക്ഷേ ഋഷിയാണെങ്കിൽ ആ കേക്ക് തട്ടിത്തെറിപ്പിച്ച് കളയുന്നു. അപ്പോൾ ചോദിക്കുകയാണ്, ശരിക്കും ഇന്ന് നീതുവിൻ്റെ ബർത്ത്ഡേ ആയിട്ട് തന്നെയാണോ ഈ ആഘോഷമെന്ന്. റാണിയമ്മ ചോദിക്കുകയാണ്, നിനക്കെന്തു പറ്റി, നീ എന്താണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന്. ഋഷി പറയാണ്, ഞാൻ സൂര്യൻ കൂട്ടി ഇങ്ങോട്ട് വന്നത് റാണിയമ്മയുടെ വാക്ക് കേട്ടിട്ടാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞിട്ടാണ്. ഇന്ന് തന്നെ ഞാൻ ഈ വീട് വിട്ടിറങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് ഋഷിയാണെങ്കിൽ റൂമിലേക്ക് പോകുന്നു. റാണിയമ്മയാണെങ്കിൽ ഉടനെ തന്നെ ജഗന്നാഥനെ ഫോൺ ചെയ്യുന്നു. എന്താണ് സംഭവം എന്ന് ചോദിക്കുന്നു. ജഗന്നാഥനാണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയുന്നു. റാണിയമ്മ അപ്പോൾ പറയാണ്, ഈ കാര്യത്തിൽ എനിക്കൊരു പങ്കുമില്ലാത്തതുപോലെ ഞാൻ ഋഷിയോട് സംസാരിക്കും. ഇത് ജഗന്നാഥൻ്റെ മാത്രം താല്പര്യമായിരുന്നുവെന്നും ഞാൻ പറയാൻ പോവുകയാണെന്ന് പറയുന്നു. ജഗന്നാഥൻ റാണിയമ്മയോട് പറയാണ്, എൻ്റെ പേര് ഉപയോഗിച്ചോളൂ, പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം നടന്നില്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാമെന്നൊക്കെ വാണിംഗ് കൊടുക്കുന്നു. റാണിയമ്മയാണെങ്കിൽ റൂമിൽ ചെന്നിട്ട് ഋഷിയെ സമാധാനപ്പെടുത്തുകയാണ്. ഋഷിയോട് പറയാണ്, ഞാനിവിടെ നിൽക്കുന്നതാണോ നിനക്ക് പ്രശ്നം, അങ്ങനെയെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകാമെന്നൊക്കെ പറയുന്നു. റാണിയമ്മ പറയാണ്, എനിക്കിതിലൊരു പങ്കുമില്ല. നിന്നെ സൂര്യയും അകറ്റാനായിരുന്നെങ്കിൽ എനിക്ക് നേരത്തെ അകറ്റാമായിരുന്നല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് ഇപ്പം ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ ജഗന്നാഥനാണ്. ജഗന്നാഥനാണെങ്കിൽ നിങ്ങൾ തറവാട്ടിലുള്ള സമയത്തെ എന്നോട് പറഞ്ഞതാണ്. അതിഥിയുടെ സ്വത്ത് മുഴുവൻ കൈക്കലാക്കാൻ വേണ്ടി നിന്നെ കൊല്ലുമെന്ന് പോലും അയാൾ പറഞ്ഞതാണ്. ആ സമയത്ത് ഞാൻ പറഞ്ഞത് ഋഷിക്ക് എൻ്റെ സ്വത്ത് മുഴുവൻ ഋഷിക്കുള്ളതാണെന്നും അതുകൊണ്ട് അവൻ ആ അവകാശം ചോദിച്ച് അവിടേക്ക് വരില്ലെന്നുമാണ് ഉറപ്പ് കൊടുത്തത്. ഇതിൻ്റെ എല്ലാം പിന്നിൽ ജഗന്നാഥനാണെന്ന് ഋഷിയോട് പറയുന്നു. റാണിയമ്മ പറയുന്നത് കേട്ടിട്ട് ഋഷിയും അങ്ങനെ തന്നെ സംശയിക്കുകയാണ്, ഇതിൻ്റെ പിന്നിൽ ചിലപ്പോൾ ജഗന്നാഥനായിരിക്കുമെന്ന്. ഋഷിയാണെങ്കിൽ പിന്നീട് അതിഥി ടീച്ചറിൻ്റെ അടുത്ത് ചെല്ലുന്നു. അതിഥി ടീച്ചറിനോട് പറയുകയാണ്, ഇതിൻ്റെയൊക്കെ പിന്നിൽ ജഗന്നാഥനാണെന്നാണ് റാണിയമ്മ പറയുന്നതെന്ന്. ടീച്ചർ അപ്പോൾ പറയുന്നുണ്ട്, ജഗന്നാഥൻ മാത്രമാണ് ഇതിൻ്റെ പിന്നിലെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന്. ഋഷി അപ്പോൾ പറയുന്നുണ്ട്, റാണിയമ്മയും ഞാനും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ല എന്ന്. ടീച്ചർ പറയാണ്, എനിക്കാണെങ്കിൽ നീയും സൂര്യയുമാണ് ഏറ്റവും വലുത്. അതിനുവേണ്ടി ഞാൻ എല്ലാ സ്വത്തുക്കളും ജഗന്നാഥന് വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. ഋഷി അപ്പോൾ പറയാണ്, ജഗന്നാഥൻ്റെ മനസ്സിൽ വിലമതിപ്പുള്ള കോടികളുടെ ആസ്തിയുള്ള സ്വത്ത് മാത്രമായിരിക്കും. എൻ്റെ മനസ്സിൽ അങ്ങനല്ല. 2.5 വയസ്സുള്ള കുട്ടിയുടെ ഒരു സ്വപ്നമാണെന്ന് പറയുന്നു. അവൻ്റെ അമ്മയുടെ കയ്യിൽ കുഞ്ഞിക്കൈ ചേർത്ത് പിടിച്ച് നടന്ന മണ്ണാണത്. മണ്ണും വീടും ഞാൻ എൻ്റെ സ്വപ്നങ്ങൾക്കൊപ്പമാണ് ചേർത്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അർഹതയില്ലാത്ത ആർക്കും ഞാനത് വിട്ടുകൊടുക്കില്ല എന്ന് ഋഷി പറയുന്നു. ജഗന്നാഥനാണെങ്കിൽ ചതിച്ച് കുറേ സ്വത്തുകൾ അമ്മയുടെ സ്വന്തമാക്കി. ഇത്രയും നാളും ചോദിക്കാൻ ആരുമില്ലായിരുന്നു. ഇനിയും തൊട്ട് അമ്മയുടെ കാര്യങ്ങൾ ചോദിക്കാൻ ഞാനുണ്ട്. ഋഷിയുടെ വാക്കുകൾ കേട്ടിട്ട് അതിഥിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറയുന്നു. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്